ബഹുമാനായിട്ടുള്ള ശ്രീ ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ മുൻ ചർച്ചകളൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഒരുവിധമൊക്കെ കാര്യങ്ങൾ ചില വിഷയങ്ങളൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളോ നോക്കാതെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ ബഹുമാനപൂർവ്വം ഞാൻ കാണാറുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച. പക്ഷേ ഇന്ന് അദ്ദേഹം എന്താണ് അങ്ങനെ ഒരു ശൈലി കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. കേരള പോലീസ് ഒരു ഭരണപക്ഷ MLA ആണ്. അത് വലിയൊരു റിഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നെവർ എവർ. അതായത് ഒരു ഭരണപക്ഷത്തിൻ്റെ MLAക്ക് പൊതുസമൂഹ സമക്ഷം വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ടി വന്നു. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയും അതുപോലെ തന്നെ SP-യും അതുപോലെ തന്നെ ഇത്യാദി ശശിയും അടക്കമുള്ളൊരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരോപണം ചെറുതല്ലല്ലോ മധു. എന്താണ് ആരോപണം ഉള്ളത്? ആരോപണം കൊലപാതകമാണ് അദ്ദേഹം ആരോപിച്ചത്. അങ്ങനെയാണ് എങ്കിൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ MLA വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ മാറ്റത്തിന് തുടക്കം കുറിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ 3 പേർക്കെതിരെയുള്ള അന്വേഷണം ഇതേപോലെയുള്ള റാങ്കിലിരിക്കുന്ന പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതിയോ? അവരെ ഒരു 4 വരി എഴുതി മാറ്റി നിർത്താനുള്ള ധാർമ്മിക ബോധം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചിന് ഉയരേണ്ടതല്ലേ? 2 ഭരണപക്ഷത്തെ MLAക്കാണ് ഈ ഗതി. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം. എവിടെയാണ് കേരള രാഷ്ട്രീയം പകച്ചു നിൽക്കുന്നത്? ആഭ്യന്തര വകുപ്പ് പോലീസിനെ അല്ലല്ലോ കേരളം ഏൽപ്പിച്ചു കൊടുത്തത്. കേരളം ഏൽപ്പിച്ചു കൊടുത്തത് ജനപ്രതിനിധിയെയാണ്. ആ ജനപ്രതിനിധിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത്. ആ പിണറായി വിജയൻ ആ ആഭ്യന്തര വകുപ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നതിൽ കൃത്യത പാലിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് വന്ന ശിവശങ്കരൻ്റെ വിഷയം വന്നപ്പോൾ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു പോയി, എന്നെ ചതിച്ചു. രവീന്ദ്രൻ്റെ വിഷയം വിശ്വസിച്ചു പോയി, എന്നെ ചതിച്ചു. ഇപ്പോൾ ഇനി ഈ ഉദ്യോഗസ്ഥരുടെ വിഷയം ബഹുമാനായ ശ്രീ TP രാമകൃഷ്ണൻ പറഞ്ഞതിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ ചതിച്ചിരിക്കുന്നു. ചതിക്കപ്പെടാൻ മാത്രം ഹതഭാഗ്യനായി വിധിക്കപ്പെട്ടോ നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നടക്കുന്നത് കൃത്യമായിട്ടുള്ള തട്ടിപ്പിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. അതിൽ പോലീസിന് മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന അഭ്യാസങ്ങളും, പോലീസ് ഇന്ന് സമരക്കാർക്കെതിരെ, നാളെ BJP-യുടെയും യുവമോർച്ചയുടെയും ഒക്കെ സമരക്കാർക്കെതിരെ പോലീസ് നടത്താൻ പോകുന്ന ഏറ്റവും വലിയ സമീപനം ഇത് തന്നെയാണ്. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തിയതുകൊണ്ടോ ഈ പൊതുസമൂഹം തല്ലുകൊള്ളുന്നു, അവർ ചോരയൊടുക്കുന്നു, ഇതൊക്കെയുണ്ട്. BJP-യുടെ സമര പ്രഖ്യാപനം നടക്കുന്നുണ്ട്. ചെറിയ തോതിലുള്ള ചില പ്രതിഷേധങ്ങൾ കേട്ടതുപോലെയും. എന്തുകൊണ്ടാണ് ഈ MR അജിത് കുമാർ, നിങ്ങളുടെ RSSന്റെ പ്രധാനപ്പെട്ട നേതാവ് ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊരു ആരോപണം VD സതീശൻ മുന്നോട്ട് വെച്ചിട്ട് 2 ദിവസമാകുന്നു. CPM-ന്റെ പല നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമായും അല്ലാതെയും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള പോലീസിനുള്ളിലെ സംഘി വിങ് എന്നതിനെ പറ്റിയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയുള്ള ഒരു ബെൽറ്റ് പ്രവർത്തിക്കുന്നതടക്കം നിങ്ങൾക്കിതിൽ ലാഭമുള്ളത് കൊണ്ടാണോ MR അജിത് കുമാറുമായി കൂടിച്ചേർന്ന് പൂരം പൊളിച്ചടക്കമുള്ള ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്, നിങ്ങൾ പ്രതിഷേധത്തിന് പോലും ഇറങ്ങാത്തത്? ആരാണ് മധുവിനോട് BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ സമരം ചർച്ച ചെയ്തിട്ടില്ല എന്നും സമരം പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പറഞ്ഞത് എനിക്കറിയില്ല. അത് മധുവിന്റെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നുണ്ടെന്നാണ് ശ്രീ ഉല്ലാസ് ബാബു ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണ്. ഓരോ നിയോജകമണ്ഡലം അടങ്ങുന്ന ജില്ലയടങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ സമരം നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു. ഒരു സംശയവും വേണ്ട അതിനകത്ത്. രണ്ടാമത്തെ കാര്യം, മാധു പറഞ്ഞു തൃശ്ശൂർ പൂരം പൊളിച്ചതടക്കമുള്ള ആരോപണം. മാധു ഒരു 3 മിനിറ്റ് തൃശ്ശൂർ പൂരം ആരെ പൊളിച്ചെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം BJP-യുടെ പാനലിസ്റ്റ് 5 മിനിറ്റ് പറഞ്ഞിരുന്നു. രണ്ട് VD സതീശൻ പറയുന്നു. VD സതീശൻ ആരോപണം ഉന്നയിക്കാം. അദ്ദേഹം കണ്ടു ഇല്ലയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, RSSന്റെ നേതാക്കന്മാരെ ഇനിയിപ്പോൾ അഥവാ കണ്ടു എന്ന് തന്നെ വിചാരിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? ഹൈ സെക്യൂരിറ്റി ഉള്ള നേതാക്കന്മാർ സ്വാഭാവികമായിട്ട് കണ്ടതാൽ എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കാണുന്നതും ചായ കുടിക്കുന്നതൊന്നും ആർക്കും പ്രശ്നമില്ല. അതായത് CPM-ന്റെ ദൂതനായ RSSന്റെ നേതാവിനെ പോയി കണ്ട MR അജിത് കുമാർ എന്നുള്ളതാണ് VD സതീശന്റെ ആരോപണം. അതിലെ രാഷ്ട്രീയവും ചർച്ചയും വാഗ്വാദവും ഒക്കെ ഉള്ളൂ. VD സതീശൻ എന്തും വിളിച്ചു പറയാം, ഓൻ എന്ത് വിളിച്ചു പറയണോ എന്നുള്ളത് ഓന്റെ തീരുമാനം. എനിക്കതിൽ വിരോധമില്ല. പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM അധികാരത്തിലിരിക്കുമ്പോൾ അവനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഓൻ എന്നാണ് പറഞ്ഞത്. അത് മോശമാണോ എന്ന് മാധുർ തീരുമാനിച്ചു. അതൊരു സ്ലാങ്ങിന്റെ ഭാഗമാണ്. അവനെന്ന് പറഞ്ഞിട്ടില്ല, റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കേട്ടോളൂ. ഞാൻ അത്ര മോശമായിട്ട് സംസാരിക്കാറില്ല. രണ്ടാമത്തെ കാര്യം മാധു പറഞ്ഞത്
ആരോപണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. BJPക്ക് ഗുണമുണ്ടാകുന്നു, സംഘി പോലീസുകാരുണ്ടാകുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPM അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ BJPക്കാണ് ബലം എന്ന് പറഞ്ഞാൽ തമാശ എന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ BJP തീരുമാനിച്ചാലാണ് നടക്കുക, സംഘപരിവാർ തീരുമാനിച്ചാലാണ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്ന മാധുവിന് മനസ്സിലാകുന്നില്ലേ അത് അങ്ങനെയല്ല എന്നുള്ളത്? പിന്നെ സമൂഹത്തിന് മുമ്പിൽ അനാവശ്യമായി ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്ന രീതിയിലേക്ക് ഒരു ആരോപണ വിധേയമുണ്ടായി എന്നൊരു ശൈലിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട ആവശ്യകതയില്ല. CPM ഭരിക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് പോലീസിനെ കൈകാര്യം ചെയ്യേണ്ട മുഖ്യമന്ത്രി പരാജയപ്പെടുമ്പോൾ അത് BJPയുടെ മായിട്ടുള്ള സഹകരണമാണെന്ന് പറയുന്നതിൽ ഒരു തരം അറിവുപൂർവ്വം അല്ലെങ്കിൽ രാഷ്ട്രീയ വിവരക്കേടെന്നൊക്കെയല്ലേ സതീശന്റെ വാക്കുകളെ കുറിച്ച് പറയാൻ സാധ്യമാവും? ശരി, ഓക്കെ.